എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇതിന് 1-2 വർഷം മുൻപ് ഈ ചാനലിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതെല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടെ എല്ലാവരും സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഹാരിസ് ഒന്നുകൂടി ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. ചാൻസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്പസ്വല്പം. എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ പാട്ടുകളാണ് ചിലർ തരുള്ളൂ. വല്ല ഭക്തിഗാനങ്ങളോ കുറച്ച് മെലഡി ആയിട്ടുള്ള അങ്ങനത്തെ സോങ്സൊക്കെയാണ് എല്ലാവരും തരുള്ളൂ. അതുകൊണ്ട് എനിക്ക് പാട്ടുകൾ കുറച്ച് പാടാനേ കിട്ടാറുള്ളൂ. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഗായകരെ കൊണ്ടുള്ള തട്ടിയിട്ട് നടന്നുകൂടാ എന്ന് പറഞ്ഞ മാതിരിയാണ്. ചെറിയ ചെറിയ കുട്ടികൾ ഒരുപാട് നന്നായി പാടുന്നവരുണ്ട്. അപ്പം അവർക്കായിട്ട് ചാൻസുകൾ കൊടുക്കണമല്ലോ. മാത്രമല്ല, ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് പാടുന്ന പാട്ടുകൾ കുറച്ച് പ്രായമായൊരു പാടുമോ എന്നവർക്കൊരു സംശയമുണ്ട്. അപ്പം അതും കൊണ്ട് കൂടിയ കാരണം, ഞാൻ കുറച്ച് മുമ്പ് ഒരു പാട്ട് വരുന്നു ആദ്യമായി കണ്ടത് തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച, പിന്നെ ബുധനാഴ്ച. ചിരി വരും ആ പാട്ട് കേട്ടാ. അങ്ങനത്തെ പാട്ടുകളൊന്നും ഞാൻ പഠിച്ചിട്ട് ഞാൻ പാടാറില്ല. ഇപ്പോൾ വെറുതെ ഒരു ക്ലബിലൊന്ന് പാടാൻ പോവാണ്, ചെറിയൊരു ഫംഗ്ഷൻ നടക്കേണ്ട ഒരു പാട്ട്, അങ്ങനത്തെ പാട്ടുകളൊന്നും പാടാറില്ല. കുറച്ച് ട്യൂണിന് കുറച്ച് കഴമ്പുള്ള പാട്ടുകളെ, അല്ലെങ്കിൽ ലിറിക്സിന് കുറച്ച് കഴമ്പുള്ള പാട്ടുകളെ ഞാനെടുത്ത് പാടാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ച് ചിരിക്കുകയും വേണം, പാടി അതപ്പം തന്നെ മാറ്റിയിടുകയും വേണം. അങ്ങനത്തെ ട്യൂൺസാണ് എല്ലാവരും ചെയ്യുന്നത്, എഴുതണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകളൊന്നും ഈ വയസ്സായ ആൾ പാടി ശരിയാവുമെന്ന് അവർക്ക് തോന്നാറില്ല. അതുകൊണ്ട് ചാൻസുകൾ കുറവ്. പിന്നെ ചാൻസുകളുണ്ട്, കുറച്ച് ആൽബങ്ങളിലൊക്കെ അവിടെ ഇവിടെയും പറഞ്ഞ പോലെ എനിക്ക് പറ്റും എന്ന് തോന്നുന്ന ചില പാട്ടുകൾ ആളുകൾ തരുന്നത്, അത് പാടാറുണ്ട്. അതാണ് പാട്ടിൻ്റെ ഇത്. അതുകൊണ്ട് പിന്നെ എന്ന് പറയുന്നത്, പ്രോഗ്രാംസ് ഗാനമേളകളിലേക്ക് അങ്ങനെ അധികം പുറത്തേക്ക് പോകണില്ല. കാരണം പോകാത്തത് നല്ലൊരു സ്റ്റാൻഡേർഡോട് കൂടി നല്ലൊരു പ്രോഗ്രാമായി നടത്തുന്നത് എവിടെയും അങ്ങനെ എൻ്റെ അറിവിൽ എന്നെ വിളിക്കാനായിട്ട് എൻ്റെ അറിവിൽ നടക്കുന്നുണ്ടാവാം, വന്നിട്ടില്ല. അല്ലാതെ ഇപ്പം ലീലത്ത ഇന്ന സ്ഥലത്തൊരു കാര്യം നടക്കുന്നുണ്ട്, ഒരു പാട്ട് വന്ന് പറഞ്ഞോട്ടാ, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടുകളൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അങ്ങനെ സമയം കണ്ടെത്താറില്ല. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയി പാടണം എന്ന് കരുതി സമയം കണ്ടെത്താറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതത്ര വലിയ ഫംഗ്ഷനൊന്നുമല്ല, ആരെങ്കിലും പാടിയാലും അവിടെ കാര്യം നടക്കും എന്നുള്ളൊരു തോന്നല്. ഞാൻ അതിനൊന്നും പറ്റാത്ത ഭയങ്കര ടോപ്പ് സിംഗറാണെന്നൊന്നും കരുതരുത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എവിടെയും ഒരു പാട്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്നെ ലളിത ഒരു പാട്ട് പാടണം കേട്ടോ എന്ന് പറയാൻ വിളിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് ഞാൻ പടച്ചവനോട് പറയുക. കാരണം നാളെ അവരെ കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന ഒരു കാലം വരുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും പാടണം, ശരിയാണ്, ഇന്നൊരു പ്രോഗ്രാമുണ്ട്, അതിന് പോയി പാടണം എന്ന് കരുതാവുന്ന ഒരു പ്രോഗ്രാമൊന്നും ഇന്നൊന്നും ഞാനങ്ങനെ പോകലില്ല. പിന്നെയുണ്ട്, എന്നെ വിളിച്ചാൽ വരുമോ, ഒരു പ്രോഗ്രാമൊക്കെ നിർത്തിയോ എന്നുള്ള സംശയമാണ് കൂടുതൽ ആളുകൾക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പാട്ട് കുറവാണ്. എനിക്ക് ഹിന്ദി പാട്ട് പഠിക്കാൻ പെട്ടെന്ന് എനിക്ക് ആ ട്യൂൺ പഠിക്കാൻ പറ്റും. പക്ഷെ ഹിന്ദി പാട്ട് പഠിച്ചാൽ തന്നെ പാടണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. കാരണം പാട്ട് കേട്ട അന്ന് തന്നെ പഠിച്ചാലും, കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഷ, ഹിന്ദി ഉച്ചാരണങ്ങളും അതുപോലെ തന്നെ ഹിന്ദി മനസ്സിൽ നിൽക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ ഒരു പ്രയാസമുള്ളൂ. ആ സമയത്ത് ഞാൻ സിനിമാ പാട്ടുകൾ പാടുന്നതിൽ ഏറ്റവും നന്നായി പാടുക, അല്ലെങ്കിൽ പാടിയാൽ ഏൽക്കും എന്നൊക്കെ പറയുന്ന ഒരു ഇത് എൻ്റെ മക്കൾ പറയാറുള്ളത് സെമി ക്ലാസിക്കൽ പാട്ടാണ്. അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പം അതിലിപ്പോൾ ജൽത്തി ഹേ ജിസ്കി तेरी आँखों के दिए धुंधुलाया हो ये तुम्हें तेरे जलती है जिसकी. പ്രത്യേകിച്ച് ഈ ടൈപ്പ് പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി പാട്ട് ഏതും എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ ക്ലാസിക്കൽ മക്കൾക്ക് എല്ലാം പാടുമ്പോൾ കേൾക്കണ മക്കൾക്ക് ഇഷ്ടമാണ്. അതേതാന്ന് വെച്ചപ്പോൾ വാണി ജയറാം പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ധൂം ധൂം താന ധൂം തന ധൂം
ചിലങ്കി നിന്റെ താളം താളം ധും തന ധും തന ധുന്ന ചിലങ്കി നിന്റെ താളം സനിപ ഗമപ സനിപ ഗമപ സനിപ സനിപ ഗമപ സനി സനിപ പദ ധനി നി 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 സ സനി സമ ഗമ പ മമ പദ പ പദ നി ദ ധനി സനി സ ധനി സനി സ ധനി സ നീല നേത്രങ്ങള. ഇതാണ് ആ പാട്ട്. ഇതേപോലെയുള്ള പാട്ടുകളാണ് കൂടുതലും ഞാൻ അന്നൊക്കെ സ്റ്റേജിലൊക്കെ പാടിയിട്ടുള്ളത്.